അന്ന് അത്രയും പരാതി ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് ഒരു സംരക്ഷണം കിട്ടാതെ പോയത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അന്ന് പോലീസ് അത് അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ നടക്കുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നമുക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ നടക്കും എന്നുള്ളത്, നമുക്കും അറിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ കംപ്ലൈന്റ്, നാട്ടുകാരെല്ലാവരും കംപ്ലൈന്റ് കൊടുത്തതാ. പക്ഷെ അവരിൻ്റെ അത് വീഴ്ച. പക്ഷെ ഇപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് അവർ പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പോകുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അവർ ട്രയലൊക്കെ നടത്താമെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്ന് നേരെ എടുത്താണെങ്കിൽ ഇപ്പം എനിക്ക് അച്ഛനെങ്കിലും കൂടെ ഉണ്ടാകുമായിരുന്നു. അന്നിങ്ങനെ ഒരു ഭീഷണി ഉണ്ട്, ചെന്താമര പുറത്തു വന്നാൽ ഒരു പക്ഷെ അപായപ്പെടുത്തിയേക്കും എന്നൊക്കെ നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നു. ഈ പരാതി കൊടുക്കാനുണ്ടായ പശ്ചാത്തലം അന്ന് എങ്ങനെയാണ് അതുല്യ? അയാൾ ഇനിയും ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പേടി, അയാളെ കാണുമ്പോൾ തന്നെ പേടിയാ. അതുകൊണ്ട് മാത്രമാണ് ഞാനും അച്ഛനൊക്കെ പോയി കംപ്ലൈന്റ് കൊടുത്തത്. ഇനി അയാൾ കൊല്ലുന്ന നാട്ടുകാരിൽ ആരൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആരിനെ കൊല്ലുന്ന നമുക്കും അറിയില്ല. അപ്പൊ നാട്ടുകാരും കംപ്ലൈന്റ് കൊടുത്തു, നമ്മളും കംപ്ലൈന്റ് കൊടുത്തു. ശരി. പക്ഷേ ഈ വ്യക്തി ജാമ്യത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ഇത്രയും കടന്ന കൈ കാണിക്കും എന്ന് വിചാരിക്കേണ്ടതില്ലല്ലോ, അല്ലേ? പോലീസിനോട് പോയി പരാതി പറഞ്ഞപ്പോൾ അവരെന്ത് മറുപടിയാണ് നൽകിയത്? അവിടെ പട്രോളിംഗ് നടത്തും, പരിശോധന നടത്തും, നിരീക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന്? അന്ന് പറഞ്ഞത് നമ്മൾ അയാളെ വിളിച്ച് അന്വേഷിക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ദിവസം തന്നെ അയാളെ ഒരു ഉച്ച കഴിഞ്ഞിട്ട് അയാളെ വിളിച്ചു. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് അയാളുടെ വീട്ടിലേക്ക് തന്നെ വരികയും ചെയ്തു. ശരി.